ഒരു കാര്യം പലതവണ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പരിശ്രമിച്ചു നോക്കിയിട്ടും ആ കാര്യം നടന്നില്ല എന്നും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പൈസ വാങ്ങിച്ചു, ആ പൈസ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, അത് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, സ്ഥിരമായിട്ട് വിശ്വസിച്ചിരുന്നു, പക്ഷെ അവൾക്ക് മരണം സംഭവിച്ചു പോയി. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എൻ്റെ കാര്യത്തിൽ തോറ്റുപോയില്ലേ എന്ന് ഒരു സഹോദരി എന്നോട് ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതുപോലെ പല കാര്യങ്ങളും പലരും പല സന്ദർഭങ്ങളിലും ഞങ്ങൾ പരിശ്രമിച്ചു നോക്കി, എന്നിട്ടും നടന്നിട്ടില്ല. ആ കാര്യം ഞാൻ ഇത്ര സമയം ചെയ്തു എന്നിട്ട് നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിയാവോ എന്നൊക്കെ സംശയമുള്ള പലരും ഉണ്ടായിരിക്കാം. ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യം ഉത്തരം പറഞ്ഞു തരികയാണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അത്തരത്തിൽ സംശയമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ഉത്തരം പറഞ്ഞു തരുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ പിന്നിലെ രഹസ്യം എന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം ജനിച്ചത്. ആ ഒരു ഉത്തരം അതെനിക്ക് കാര്യം സഫലമായി കിട്ടുന്നത് എൻ്റെ 13ാമത്തെ വയസ്സിൽ. എന്നുവെച്ചാൽ അർത്ഥം ആ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണ്ട സ്വപ്നത്തെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിരുന്നില്ല. ഞാനും എൻ്റെ കൂട്ടുകാരിയും ഒന്നിച്ചിരുന്നുള്ളതായിരിക്കുന്ന എഫേർട്ട് മാത്രമാണ് 4ാം ക്ലാസ്സോടെ ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞ ശേഷം നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷനാണ് എന്നൊന്നും 9 വയസ്സുകാരിയായിരുന്ന അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു. പക്ഷേ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആ ഒരു ദാഹം ഉണർന്നു വരുമായിരുന്നു. ഭഗവാനെ, നീ എനിക്കൊരു വഴി കാണിക്കണേ. ഞാൻ നന്നായി കൃഷ്ണനെ ഭക്തി ചെയ്യുന്നൊരു ഭക്തയായിരുന്നു. കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ നോക്കി 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 ഞാൻ കൃഷ്ണനോട് പ്രാർത്ഥിക്കുമായിരുന്നു, നീ ആ വിഗ്രഹത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വരുമോ, എനിക്ക് കാണാൻ, അറ്റ്ലീസ്റ്റ് ആ ഓടക്കുഴലെങ്കിലും എനിക്ക് കാണിച്ചു തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അവിടെയൊക്കെ എൻ്റെ മനസ്സിൽ എല്ലാ പ്രാർത്ഥനയുടെ അവസാനം ഉണർന്നു വരുമായിരുന്നു. എന്തായാലും ശരി, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നീ എനിക്ക് 13ാമത്തെ വയസ്സിൽ ആ വഴി കാണിച്ചു തരണേ എന്ന്. ഒരു ദിവസത്തെ 2 ദിവസത്തെ ആയിരുന്നില്ല, 9 വയസ്സിന് മുന്നേ, അതിനും മുന്നേ ഒരു 3ാം ക്ലാസ്സിൻ്റെ സമയത്താണ് എൻ്റെ മനസ്സിൽ ഈ ഒരു തോട്ട്സൊക്കെ ഉണർന്നു വരുന്നതെന്ന് എൻ്റെ ഏതാണ്ട് സമയം ഓർക്കുകയാണ് ഞാൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് ശക്തമായി, അത് തുടർന്നു. 13ാമത്തെ വയസ്സിൽ അത് സക്സസ്സായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര സമയം അതിലേക്ക് ഊർജം ഡെപ്പോസിറ്റ് ചെയ്തു. അറിയാതെ, കോൺസെൻട്രേഷൻ ഇല്ലാതെ ചെയ്തതുകൊണ്ട് സമയം കൂടുതലെടുത്തു. ഇനി ഇത് ഒരു കാരണം മാത്രം. മറ്റൊരു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ, എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതം ആരംഭിക്കുന്നത് കർമ്മം എന്ന ഒരു ഊർജത്തിൻ്റെ ബന്ധനം കൊണ്ടാണ്. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും മകളായിട്ട് ഞാൻ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരേ ഉള്ളൂ. ആ അച്ഛൻ്റെ അമ്മയുടെയും മകളാവാനുള്ള യോഗ്യത മുജ്ജന്മത്തിലെ കർമ്മങ്ങളിലൂടെ നേടിയത് കൊണ്ടാണ് ഞാൻ ആ അച്ഛൻ്റെ അമ്മയുടെയും മകളായി വന്ന് ജനിച്ചത്. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട് എന്തുകൊണ്ടാണ് ജനിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചത്? എന്തേ അമേരിക്ക ജനിക്കാതിരുന്നത്? എന്തേ അമേരിക്കയിൽ അവർ ജനിച്ചത്, അവർ കേരളത്തിൽ വരാതിരുന്നത്? എല്ലാത്തിനും ഒരു ഉത്തരേ ഉള്ളൂ, നിങ്ങൾ കൊടുത്തു വെച്ച ഊർജം. കർമ്മം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഊർജ്ജമാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിരിക്കുന്ന പ്രതിപ്രവർത്തനം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചെയ്ത കർമ്മം എന്ന് വെച്ചാൽ അർത്ഥം അത് ഊർജം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഊർജം കാർമിക് അക്കൗണ്ടിൽ ഊർജത്തിൻ്റെ രൂപത്തിൽ സേവ് ചെയ്തിരിക്കുകയാണ്. ചില വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും, പെട്ടെന്ന് വളരും, പെട്ടെന്ന് കായ്ക്കും, അതതുപോലെ നശിച്ചു പോവുകയും ചെയ്യും. കാശിത്തുമ്പയുടെ ചെടി കണ്ടാൽ മഴ പെയ്യുമ്പോഴേക്കും മുളയ്ക്കും, അത് പെട്ടെന്ന് വളരും, പെട്ടെന്ന് പൂക്കും, കായ്ക്കും, അത് കഴിഞ്ഞാൽ ചെടി അങ്ങ് കേടായി പോവുകയും ചെയ്യും. തെങ്ങിൻ്റെ വിത്ത് അത് വീണാൽ മുളയ്ക്കാൻ മാസങ്ങളെടുക്കും, മുളച്ചു കഴിഞ്ഞാൽ വളരാൻ വർഷങ്ങളെടുക്കും, ഫലം തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തലമുറകളോളം ഫലം തരുകയും ചെയ്യും. കർമ്മം വിത്താണ്. ആ വിത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഇട്ട് വെച്ച വിത്തുകൾ ഏതൊക്കെയാണെന്നോ, ഏതൊക്കെ ആളുകളായിട്ടാണെന്നോ, എന്തൊക്കെയാണെന്നോ നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് കർമ്മം എന്ന ഒരു ഊർജത്തിൻ്റെ ബന്ധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനതായിരിക്കുന്ന ഊർജമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രകമ്പനങ്ങളുടെ ശക്തി അനുസരിച്ച് അത് മുന്നിലുള്ളതായിരിക്കുന്ന എല്ലാ മതിലുകളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോയി അതിന് ലക്ഷ്യം കണ്ടുവരും. പക്ഷേ മതിലിൻ്റെ കനം എത്രയുണ്ട് എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അയക്കുന്നതായിരിക്കുന്ന അസ്ത്രം, ഞാൻ അയക്കുന്നതായിരിക്കുന്ന എൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തി, എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ഊർജം, അത് എത്ര സ്ട്രെങ്ത്തിൽ പോകുന്നുണ്ടോ അത്ര തവണ അതിൽ പോയിട്ട് ഹിറ്റ് ചെയ്യും.
നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച കർമ്മമാകുന്ന മതിൽ, അതിൻ്റെ തിക്നെസ് പതുക്കെ പതുക്കെ നിരന്തരം വെള്ളം വീണ് കഴിയുമ്പോൾ എന്തും അലിയാറുണ്ട് അതിൻ്റെ ഉള്ളിൽ. നിരന്തരമായിട്ട് ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് എത്ര കട്ടിയായ മതിലാണെങ്കിലും അത് എല്ലാ സമയത്തും ഇടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം അത് പൊളിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അതുപോലെ എന്തെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കാണ് നമ്മുടെ മുന്നിൽ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് അത് സംഭവിക്കാതിരിക്കാനുള്ള തടസ്സമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന നിയമം ഒരിക്കലും എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന് പറയാൻ കാരണം, എൻ്റെ കർമ്മം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ഊർജം, എനിക്കുണ്ടാക്കി വെച്ചതായിരിക്കുന്ന ബ്ലോക്സ്, എനിക്കുണ്ടാക്കി വെച്ചതായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവാം. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ കേസിലും നടക്കാത്ത ഒരു നിയമമല്ല ആകർഷണ നിയമം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരാളുടെ കാര്യത്തിലും ഫെയിലിയർ ആവുന്ന ഒന്നുമല്ല ആകർഷണ നിയമം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയും മറ്റുള്ളവർക്ക് കിട്ടിയെന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ പോലും എനിക്കത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ സംശയിക്കാൻ തുടങ്ങും. എൻ്റെ കാര്യത്തിൽ ഇത് ഫെയിലിയറാണ്, എൻ്റെ കാര്യത്തിൽ ഇത് നടക്കാറില്ല, എല്ലാവരും പറയുന്നു നടക്കുന്നത്, എനിക്കറിഞ്ഞൂടാ, എനിക്കതൊന്നും അപ്ലിക്കബിൾ അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒന്നല്ല നിരവധി അനുഭവങ്ങൾ ഇനി പറയാൻ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് രാത്രിയും പകലും പറഞ്ഞാൽ തീരാത്ത അത്ര അനുഭവങ്ങൾ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട്. എൻ്റെ ഹെൽത്തിലെ പ്രോബ്ലം എനിക്ക് മാറിയത്, എനിക്ക് വേണ്ടതായിരിക്കുന്ന ആശ്രമത്തിൻ്റെ പണിയുടെ സമയത്ത് വേണ്ടതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന സപ്പോർട്ട് വന്നത്, എനിക്ക് എൻ്റെ റിലേഷൻഷിപ്സിൻ്റെ ഉള്ളതായിരിക്കുന്ന പ്രോബ്ലംസ് മാറിക്കിട്ടുന്നത്, ഇങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാത്തൊരു ഫീൽഡ് ഈ ലോ ഓഫ് അട്രാക്ഷനിലൊന്നുമില്ല. എല്ലാത്തിൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ആ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കുന്നത്. കുട്ടിക്കാലത്ത് അറിയാതെ ചെയ്തു, അറിഞ്ഞുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ പലയിടത്തും വളരെയധികം സുഖകരമായിട്ട് എൻ്റെ ലൈഫിൽ അതിനെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ആധാരത്തിലാണ് പറയുന്നത്, ആരുടെ കേസിലും ലോ ഓഫ് അട്രാക്ഷൻ ഫെയിലിയർ അല്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കി വെച്ച മതിലിൻ്റെ കട്ടി എനിക്കറിയാത്തതുകൊണ്ട്, ഏത് കർമ്മം കൊണ്ട് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടു എന്നറിയാത്തതുകൊണ്ട്, ഏത് വഴിക്ക് എനിക്ക് വരണം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കില്ലാത്തതുകൊണ്ട് നിരന്തരമായി തോട്ട്സ് ക്രിയേറ്റ് ചെയ്യൂ. ഇറ്റ് വിൽ ഹാപ്പൻ. വിശ്വാസം എന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതിനെ മാറ്റിമറിക്കാൻ ഒന്നിനും സാധ്യമല്ല. ഏറ്റവും വലിയ ശക്തി വിശ്വാസത്തിൻ്റെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എനിക്ക് പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം വേണം. പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകമ്പനങ്ങളെ ശക്തിപ്പെടുത്തി പറഞ്ഞയക്കാൻ എന്താ വേണ്ടേ? എവിടെയാണ് പ്രകമ്പനങ്ങൾ ശക്തിയല്ലാതായി പോകുന്നതെന്നറിയോ? 2 തലങ്ങളിൽ നിന്ന് തോട്ട് വരാറുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, മറ്റൊന്ന് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരുപോലെ പുറപ്പെടുന്നതായിരിക്കുന്ന തോട്ട്സ്. ഉപബോധ മനസ്സെന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളുടെ കർമ്മങ്ങളുടെ അനുഭൂതികളുടെ ഒക്കെ തന്നെ ആകത്തുകയായിട്ട് അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം സംഘർഷങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം നിങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന അനുഭൂതികളുണ്ടോ എല്ലാം ഫയലായിട്ട് ഉപബോധ മനസ്സിനുള്ളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗീതയിലെ വരി ഓർത്ത് പോവുകയാണ്, ചിത്തവൃത്തി നിരോധം യോഗ എന്ന്. ചിത്തം എന്നുള്ള വാക്കിനർത്ഥം ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് എത്രമാത്രം ശുദ്ധീകരണം നടക്കുന്നുണ്ടോ അത്രയും പവർഫുള്ളായിരിക്കുന്ന പ്രകമ്പനങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നന്നായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആകർഷണ തത്വം വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ശുദ്ധീകരണം നടക്കില്ല. നമുക്ക് വിഷമങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇതൊക്കെ ഡേ ബൈ ഡേ ഓരോരോ ഫയലായിട്ട് അതിനുള്ള എക്സ്ട്രാ സേവ് ആയിക്കൊണ്ടിരിക്കുക. അത് പിന്നെയും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡെയിലി നമ്മുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ക്ലീൻ ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ. ഉറങ്ങും മുന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഹീൽ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ്. ആ സമയത്ത് മെഡിറ്റേഷനിലൂടെ ശാന്തമായി കിടന്നുറങ്ങൂ, പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യൂ, മനസ്സിനെ കാമാക്കൂ, കൂളാക്കൂ. അങ്ങനെ ഉറങ്ങുമ്പോൾ പതുക്കെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോരോ ഫയലായിട്ട് അത് ഡിലീറ്റ് ആവും. എത്ര കൂടുതൽ പോസിറ്റീവ് ഇൻഫോർമേഷൻ എക്സ്പീരിയൻസിൻ്റെ രൂപത്തിൽ ചെല്ലുന്നുണ്ടോ അത്രയും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളതായിട്ടുള്ള നെഗറ്റീവ് ഫയൽ ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എത്ര നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ ചിത്തം ശാന്തമാകുന്നുണ്ടോ അത്രയും പവർഫുള്ളായിട്ടുള്ള പ്രകമ്പനം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. ആ പ്രകമ്പനങ്ങൾ നിങ്ങളുടെ മുന്നിൽ മതിലുകളെ ബ്രേക്ക് ചെയ്യും, ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും, നിങ്ങൾക്കത് നേടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടാതെ നിരന്തരമായി ചിത്തത്തിനും മനസ്സിനും
മനസ്സും ചിത്തവും ശുദ്ധമാക്കാനുള്ളതായിരിക്കുന്ന പ്രക്രിയ ചെയ്യൂ. ശക്തിയായിരിക്കുന്ന പ്രകമ്പനങ്ങൾ ഉണ്ടാക്കൂ. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ലക്ഷ്യത്തെ നേടിയെടുക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.